തമിഴ്നാട്ടിൽ അങ്ങനെ വിജയുടെ ഏറ്റവും ഗംഭീരമായ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിമിഷം ആണ് ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഞെട്ടിപ്പിക്കുന്ന നിമിഷമായി മാറുക. അപ്പോൾ നിലവിൽ വിജയ്ക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാ വഴികളും ഒരുങ്ങുകയാണ്. മറ്റ് ആളുകളൊന്നും തടസ്സം നിൽക്കാൻ യാതൊരു സാധ്യതയില്ല. രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്, DMK-ക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് TVK-ക്കുള്ള ജനവിധിയാണ്. അപ്പോൾ അതിന് മറ്റു തടസ്സങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല. മുഖ്യമന്ത്രി സ്റ്റാലിനെ അടക്കം മടയിൽ കയറി തോൽപ്പിച്ചു എന്നതാണ് ഈ ജനഭാഷ്യം. അപ്പോൾ അനൂപ് ദാസ് പറയും. അനൂപ് അവിടെ നടത്തിയ യാത്രയിൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു, പലരും കാണുമ്പോൾ വിജയണ്ണൻ എന്നായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ. അത് കൃത്യമായി ജനങ്ങളിൽ ഉണ്ടായിരുന്ന വികാരമായിരുന്നുവെന്ന് മനസ്സിലായി. അപ്പോൾ എന്നാണ് ഇനി വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? വിജയ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് പാർട്ടികളുടെ പിന്തുണ ഇപ്പോഴില്ല. പക്ഷേ വിജയ്ക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിൽ 11 MLA-മാരുടെ പിന്തുണ കൂടി വേണം. നിലവിലെ സാഹചര്യത്തിൽ അത് എവിടെ നിന്ന് കിട്ടും എന്ന ചോദ്യമുണ്ട്. അതായത് NDA കക്ഷികൾ, ഘടകകക്ഷികളിലൊന്ന് BJP ആണ്. BJPക്ക് ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ. പാട്ടാളി മക്കൾ കക്ഷിക്ക് 4 സീറ്റുണ്ട്. മാത്രവുമല്ല അത് കഴിഞ്ഞാൽ പിന്നെ അമ്മാ മക്കൾ മുന്നേറ്റ ഘടകത്തിന് 1 സീറ്റ്, DMK-ക്ക് സീറ്റുകളുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് സീറ്റുകൾ, ഒരുപാട് പേരുടെ പിന്തുണ എടുക്കാൻ BJP-യുടെ പിന്തുണ എന്തായാലും സ്വീകരിക്കാൻ സാധ്യതയില്ല വിജയ്. പിന്നെ ഉള്ളത് പാട്ടാളി മക്കൾ കക്ഷിയാണ്. അപ്പുറത്ത് ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ വിജയ്ക്ക് മുഖ്യമന്ത്രി ആവാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയ് മുഖ്യമന്ത്രി ആവുന്നത് തടയേണ്ട എന്നാണ് MK സ്റ്റാലിൻ്റെയും എടപ്പാടി പളനിസ്വാമിയുടെയും നിലപാട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം വീണ്ടും മുഖ്യമന്ത്രി ആവാൻ കഴിയാതെ, സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ വിജയ് തനിക്ക് പറ്റുന്നില്ല, താൻ മുഖ്യമന്ത്രി ആവാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തമിഴ്നാട് പോയിക്കഴിഞ്ഞാൽ അത് ഒരു വമ്പൻ വിജയം TVK-ക്ക് ലഭിക്കാനുള്ളതിൻ്റെ കളമൊരുക്കലാകുമെന്ന് DMK-യും DMK-യും വിലയിരുത്തുന്നു. അതുകൊണ്ട് ഇരു സഖ്യത്തിലെയും ചില പാർട്ടികൾ വിജയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ കൊടുക്കും. PMK-യും കോൺഗ്രസും ഇടതു പാർട്ടികളും VC-ക്കും അങ്ങനെ പിന്തുണ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ചില ചർച്ചകൾ ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ ആകുമ്പോഴത്തേക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിജയ് അടുത്ത ആഴ്ചക്കകം മുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ അധികാരമേൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ശരി. അപ്പോൾ അനൂപാണ് വിവരങ്ങൾ പങ്കുവെച്ച. അനൂപാണ് അവിടെ മുഴുവൻ നടന്ന് തെരഞ്ഞെടുപ്പിൻ്റെ അന്നത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു.